ചെയ്തു. ഞാൻ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ പോയി കണ്ടു. അദ്ദേഹത്തോട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒരു നിവേദനവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ, ഒന്ന്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലിഫ്റ്റിനുള്ള സ്പേസ് ഇല്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉള്ള കെട്ടിടങ്ങളുടെ അവസ്ഥ. സ്പേസ് ഇല്ല. പക്ഷേ ഇത് സ്പേസ് ഇല്ല, അവിടെ അതിനുള്ള സൗകര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഡിപ്പെൻഡൻ്റ് ആവണം എന്നാണോ അധികാരികൾ പറയുന്നത്? സാർ, മാക്സിമം ശ്രമിക്കാം, 1 വർഷം എടുക്കും മോളെ എന്ന് പറഞ്ഞു. 1 വർഷം. ആകെ PGക്ക് ഉള്ളത് 2 വർഷമാണ്. അതിൽ 1 വർഷം ഏകദേശം തീരാറായി. 2ാമത്തെ വർഷം ജൂൺ 8 തുടങ്ങും. ഇനിയിപ്പോൾ പ്രൊജക്റ്റായി, ഡെസിപ്റ്റേഷനായി, അതിൻ്റെ കാര്യങ്ങളായി, ഇതിനെല്ലാം ലൈബ്രറിയിൽ കയറി ഇറങ്ങേണ്ടി വരും. ഇതിനെല്ലാം ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ ഒപ്പമുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാവും ഇത്. അപ്പോഴൊക്കെ അവർ എന്നെയും പിടിച്ചുകൊണ്ട് നടക്കണം എന്നാണോ എല്ലാവരും പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നീ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നത്ത എന്ന് ചോദിക്കുന്നവർ, പ്രശ്നം അത് എപ്പോഴും ഉന്നയിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം, ഈ വീഡിയോ ഇത് ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് വെച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, അധികാരികൾക്ക് എത്തിക്കുക, വേണ്ട നടപടികൾ എടുക്കുക. ഇനിയും ഡിപ്പെൻഡൻ്റായി ജീവിക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല. സമൂഹത്തിൻ്റെ മുഴുവൻ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ആക്സസിബിലിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രം ഓട്ടോമാറ്റിക് വീൽചെയർ യൂസ് ചെയ്യുന്ന എനിക്ക് ഇപ്പോഴും ഡിപ്പെൻഡൻ്റ് ആവേണ്ടി വരിക എന്നുള്ളത് വിഷമമുള്ള കാര്യമാണ്.